നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ള ഈ താരത്തിന് ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ അപരനായും ആമിന താത്തയൊക്കെ മനോജ ഇതൊക്കെ എന്തിനാ പറയണത്? അല്ല, ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇങ്ങനെ വേണമല്ലോ പറയാൻ. അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? നമ്മൾ തമ്മിൽ കാഷ്വൽ ടോക്ക് വരെ മതി, അതാണ് വേണ്ടത്. പിന്നെ എന്തിനാ? ഓക്കെ, ഞാനിങ്ങനെ ബലം പിടിച്ചു നീ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാണ് എനിക്കതാണ്ട് മാതിരി തോന്നണം. ഒന്നും വേണ്ട. ഇപ്പം മിമിക്രിയിൽ വന്നപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണും? നീ തിക്രൂസിയുടെ പ്രായം കണക്കാക്കാനുള്ള പരിപാടിയല്ലേ? എനിക്കറിയാം. അല്ല, 30 വർഷമായിട്ടുണ്ട്. നീ വന്നിട്ട് 30 വർഷമായില്ലേ? ഞാൻ 30 വർഷമായി. അപ്പം നമ്മളെ ഏകദേശം സെയിം പിച്ച്. അതെ, കഴിഞ്ഞ ദിവസം മാർട്ടിൻ ചേട്ടൻ വന്നപ്പോൾ ഇതുപോലെ 35 വർഷമായി മാർട്ടിൻ. അല്ല, വെറുതെ പറഞ്ഞാ 30 വർഷം. ഒരു 5 വർഷം കൂടി കൂടുതൽ. നമ്മൾ ആദ്യകാലത്ത് സാനിസ എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ, കൊച്ചിൻ സാനിസ, ആ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മളൊരു പ്രോഗ്രാമിന് സാജുചേട്ടനോട് ഒരു പ്രോഗ്രാമിന് പോയി. അന്ന് സാജു കൊടിയനൊക്കെ ആയിരുന്നു, നിങ്ങളെല്ലാവരും ആ ട്രൂപ്പിലെ മെയിൻ ആർട്ടിസ്റ്റുകളായിരുന്നു. ഞാനന്ന് കട്ടൻ കെട്ടൽ, അഭിനയം എല്ലാം. പക്ഷെ അതിന്റെ പോസ്റ്റർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൈക്കിന്റെ പുറത്ത് 3 ബൈക്ക് പോസ്റ്ററിൽ, അതിലെല്ലാം ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കും പോലെയായിരുന്നു. ഒരെണ്ണത്തിൽ ടിനിട്ടോം, ഒരെണ്ണത്തിൽ ഞാൻ, ഒരെണ്ണത്തിൽ പ്രശാന്ത്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരു സ്റ്റേജിൽ പോയപ്പോൾ, ഈ മാള സൈഡിൽ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിന് പോയപ്പോൾ സ്റ്റേജിലേക്ക് ഒരു റാമ്പ് ഇങ്ങനെ അടിച്ചിട്ടേക്കുന്നുണ്ട്. ബൈക്ക് കയറ്റാനാണ്. ശരിയാണോ? ഒന്ന് ആലോചിച്ച്. അല്ലേ? കറക്റ്റാണ്. സത്യല്ലേ, ഞാൻ ഇന്നും ആലോചിക്കുന്നു. എന്നിട്ട് അവർ ബൈക്ക് എവിടെയായിരുന്നു? നിങ്ങളുടെ ബൈക്ക് അഭ്യാസമൊക്കെ എപ്പോഴാണ്? ബൈക്ക് കയറ്റാനായിട്ട്. പിന്നെ അത് തന്നെയാണ്. മാത്രമല്ല, ഈ സാജൻ കുറുമശ്ശേരിയാണല്ലോ അതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് കലണ്ടർ ഇങ്ങനെ ചുരുട്ടിയെടുക്കും. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കും ഇങ്ങനെ കുറേ. എന്നിട്ട് ഈ ജംഗ്ഷനിലൊക്കെ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണ് ആള്. ഇങ്ങനെ ഇരിക്കുള്ളൂ, ആരെയും നോക്കിയൊന്നുമില്ല. എന്നിട്ട് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഈ ചില്ലിൻ്റെ പിടിക്കണം കലണ്ടർ. ഞാൻ പറയുന്നത് ആരെങ്കിലും കണ്ണി ചെന്നുള്ളൂ ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ. അതെ, അതൊക്കെ ഞാൻ നോക്കിയിടുന്നത് ഭയങ്കര ഭാസമാണല്ലോ. അതെ. അങ്ങനെ പുള്ളി അതുപോലെ തന്നെ ഡ്രാക്കുള. അത് ഭയങ്കര സംഭവം ഉണ്ടെന്ന് ഒരിക്കൽ. അതായത് ഡ്രാക്കുള ഈ എക്കോ വെച്ചിട്ടാണല്ലോ ചെയ്യണത്. അന്നൊക്കെ എക്കോ ഇല്ലെങ്കിൽ പരിപാടി ഭയങ്കര കുറവാണ്. അപ്പോൾ പുള്ളി തന്നെ അനൗൺസ് ചെയ്യണത്. അപ്പോൾ ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ എക്കോ ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എക്കോ ഇല്ലാണ്ട് പരിപാടി കേൾക്കില്ല കേട്ടോ പറഞ്ഞു. ഇനിയിപ്പോൾ എക്കോ എടുക്കാൻ സമയമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പരിപാടി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഡ്രാക്കുളയുടെ ഐറ്റം വന്നു. കാരണം പുള്ളി റുമാനിയയുടെ തലസ്ഥാന നഗരിക്ക് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റപ്പെട്ട ശവക്കല്ലറ, അതിൽ നിന്നും പുകപടലങ്ങൾ ഉയരാൻ തുടങ്ങി. ആ ഒരു ഹുങ്കാര ശബ്ദത്തോടെ ആ കല്ലറ പൊട്ടിത്തെറിച്ചു വരും. സൗണ്ടൊക്കെ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും കുറേ പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. അതൊരു മനുഷ്യരൂപം പ്രാപിച്ചു. അതവനായിരുന്നു ഡ്രാക്കുള. പുള്ളി കയ്യിന്ന് എക്കോട്ട് അങ്ങനെയാണ് പോകേണ്ടത്. അതിനൊരു ഡ്രാക്കുള ഒരു സ്റ്റേജിൽ മറ്റേ എന്തൊരു ലൈറ്റ് ഉണ്ടല്ലോ, അൾട്രാവയലറ്റ്. ഈ ലൈറ്റ് ഓൺ ചെയ്താലാണ് ഈ പരിപാടി നടക്കുള്ളൂ. കാരണം നമ്മൾ വെറുതെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെളുത്ത സാധനം ഇട്ടിട്ട് വന്നേക്കണം. അതായത് അതിന് ബ്ലാക്ക് ഉണ്ട്, കാണൂല, വെള്ളം മാത്രം തെളിഞ്ഞു, വെള്ളം മാത്രം വരും, അൾട്രാവയലറ്റ്. അതെ. അപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്താൽ പിന്നെ 1 മണിക്കൂർ ഓണാവുള്ളൂ. ചൂടാവണം. അപ്പോൾ ഒരു സ്റ്റേജിൽ പുള്ളി ഇത് അറിയാതെ ഓണായിപ്പോയി. സ്റ്റേജിൽ ലൈറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലൈറ്റ് ഓണാക്കിയിട്ട് പിന്നെ ഈ സാധനം ഓണാവുള്ള പരിപാടി തുടങ്ങാൻ ആൾക്കാർ കോലുമായി. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു അൾട്രാ വർക്ക് ചെയ്യണില്ല, നമുക്ക് സ്പോട്ട് ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ട് ഡ്രാക്കുള അതുപോലെ ഫ്രണ്ടിൽ നിന്ന് വെച്ചിട്ട് ക്രിസ്മസ് അപ്പൂപ്പനാണോടാന്ന്. ഇത് ഡ്രസ്സിൽ വെള്ളം വരച്ചേക്കുമല്ലേ? വെള്ളം വരച്ചേക്കാണ്, ഒരു താടി മുടിയൊക്കെ വെച്ചിട്ടേ ക്രിസ്മസ് അപ്പൂപ്പനാണോടാ ഡ്രാക്കുള. എന്താ പൊന്നോ. ആലുവ ജോക്കേഴ്സ്, അത് മാർട്ടിൻ്റെ ട്രൂപ്പ്. സാജു ഞാൻ അതിന് ബദലായിട്ട് ആ ചുണങ്ങമ്മയിൽ ഉണ്ടാക്കിയായിരുന്നു കാസ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. കൊച്ചിൻ കാസയിലെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? കാസയിൽ എൻ്റെ നാട്ടിലുള്ള ഷാജി, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ. ഭയങ്കര കോമഡി ആയിരുന്നു ആ പരിപാടികളൊക്കെ. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ആദ്യ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ജോസ് മരിച്ചുപോയി. എൻ്റെ കൂട്ടുകാരനായിരുന്നു പുള്ളി ആണ് മ്യൂസിക് വായിക്കണത്. ഇങ്ങനെ അതാണ് പുള്ളി വായിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് താളമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആദ്യത്തെ മ്യൂസിക് ടാരാ
അതെ ആ സാധനമാണ് വായിക്കുന്നത്. അപ്പോൾ വേറെ രണ്ടുപേരും നിന്നിട്ട് ഇവൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവനൊരു മൈക്കുമ്പോൾ നിന്നിട്ട് ഒരു താളമില്ലാതെ ഒരു താളമില്ലാണ്ട് ആ മൈക്ക് ഓപ്പറേറ്റർ അടുത്ത് പറഞ്ഞു ആ മൈക്ക് ഓഫ് ചെയ്തൊക്കെ പറഞ്ഞു. ആ മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞ് ഇവനവിടെ വേർത്തടിക്കണ ടുട്ടൂജി ഇല്ല എന്നിട്ട് അങ്ങനെ ആ പരിപാടി ഒരു പള്ളിയിലൊരു പരിപാടി നടത്തിയാണ്. അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോണ വഴിക്ക് സൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു മിക്സർ ഉണ്ടോക്കോ മോനെ, മിക്സർ ഉണ്ടോക്കോ. ഞങ്ങൾക്ക് മിക്സർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനുള്ള പൈസ തരണ്ട, മിക്സർ ഉണ്ടോക്കോ. അങ്ങനെ മിക്സർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കാണ്. മിക്സർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇട്ട് ഊട്ടുവച്ച് അടിക്കുന്ന പുറത്തേക്ക് വന്നില്ല. സാധാരണ പരിപാടി 8 നില പൊട്ടിയിട്ട് അച്ഛനൊക്കെ വന്നിട്ട് എന്തിട്ട് പരിപാടിയാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അവസാനം ഈ മിക്സറുകാരനെ ഇത് നന്നാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിന്നിട്ടാടാ. അയ്യോടാ ഇവര് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ പരിപാടി നന്നാവുകയാണെങ്കിൽ ഗാനവിളക്കാർക്ക് കൊടുക്കാം. അങ്ങനെ ബലിയാടാക്കി കളഞ്ഞ്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് എൻ്റെ. ആദ്യകാലത്ത് മെഗാ ഷോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ പറയുമോ, ചുണങ്ങംവേലി പള്ളിയിൽ സാജു പിടിക്കുന്ന പ്രോഗ്രാമാണ്. അതിന് ഞാൻ പെരുന്നാൾ നടത്തിയായിരുന്നു. അതെ, ആ പെരുന്നാൾ നടത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് അതുപോലത്തെ ഒരു പരിപാടി പിന്നെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഒരുപാട് കലാകാരന്മാരുണ്ട്. കാരണം ഒരു 10-30 കലാകാരന്മാർ, എല്ലാവർക്കും ഒരേ ഐറ്റം കളിക്കാൻ സമയം കിട്ടിയില്ല. ചിലരൊക്കെ 2 വാക്ക് പറഞ്ഞിട്ട് പോകേണ്ടി. സലീംകുമാർ എല്ലാവരും സാർങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക്. സിനിമാലയിൽ ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു സാജു? എന്നെ സലീംകുമാറാണ് സിനിമയിൽ കൊണ്ടുവരുന്നത്. സലീംകുമാർ ആദ്യത്തെ 2 എപ്പിസോഡ് എന്നെ കൊണ്ടുപോയത്. ഒരെണ്ണം ആമനത്താത്ത കളിക്കാനും പിന്നെ ഒരു തിയേറ്റർ കത്തിക്കാനൊരു സംഭവം. ആ 2 ഐറ്റമാണ് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വില്യംസാണ് പിന്നെ എന്നെ വിളിക്കുന്നത് സിനിമയിലേക്ക്. പിന്നെ അങ്ങനെ തിരുവനന്തപുരത്താണ് അന്ന് ഷൂട്ട്. ഇവിടെ നിന്ന് പോവും കെട്ടും കടയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ട്രെയിന് പോകും. സ്ക്രിപ്റ്റ് ഇല്ല വഴിക്ക് സിനിമയിലേക്ക് പോകണം അല്ലേ. മിക്കവാറും എഴുത്തൊന്നും നടക്കില്ല. ഭർത്താരൊക്കെ പറഞ്ഞിരുന്ന അവിടെ ചെന്നിട്ട് നേരം വെളുത്തിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചൊക്കെ. പക്ഷെ അതൊക്കെ ഹിറ്റായിരുന്നു അതൊക്കെ പരിപാടികളൊക്കെ. സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയത് സാജു മാർട്ടിൻ തന്നെ അല്ലേ? അങ്ങനെ പറയല്ല, ഇവരെ അല്ല ഒരു ലീഡർഷിപ്പിലായിരുന്നു, നല്ലൊരു ലീഡർഷിപ്പിലായിരുന്നു. അതെ അതെ, ഒരുപാട് ക്യാരക്ടർ ചെയ്തില്ല. സാജുവിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വേഷം മുഖത്ത് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല പല വ്യത്യസ്തതകൾ ചെയ്യാൻ പറ്റും. പൊറോട്ടയ്ക്ക് മാവോഴിച്ചാൽ മുഖം ഏത് രൂപത്തിലും അല്ല അങ്ങനെ പിടിച്ച് വരച്ചാൽ അതുപോലെ ഇരിക്കും. അല്ല എന്തൊക്കെ എത്രയോ ക്യാരക്ടറുകൾ ചെയ്തു. അതെ, ഞാനും മാർട്ടിനും ഞാനും ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. അതെ അതെ, ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിന് പുറത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ ഗൾഫ് ഷോയ്ക്ക് പോയ സമയത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് ടൈം ഉണ്ടല്ലോ, ഒരുപാട് 2-3 ദിവസമൊക്കെ ഫ്രീ ഉണ്ടാവും. അപ്പം ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഉമ്മൽകോയിന് പോകാം, ഇപ്പോൾ വാട്ടർ തീം പാർക്ക് ഉണ്ട് അവിടെ പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ വാട്ടർ തീം പാർക്കിൽ പോയി അവിടെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഇതിൻ്റെ ടോപ്പിലായിട്ട് 4 പാത്തി വെച്ചിട്ടുണ്ട്. പാത്തി ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള 4 കളറാണ്, ചുമപ്പ മഞ്ഞ പച്ച നീല. അതിങ്ങനെ അങ്ങനെ കറങ്ങി വെള്ളം ഉണ്ടാവും. ആ വെള്ളം തിരിച്ച് വെള്ളം ഒഴുകുമായിരുന്നു. ഇവിടെ കറങ്ങി ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്ന് നിൽക്കും. അപ്പോൾ അവിടെ 4 പയ്യന്മാർ നിർത്തിയിട്ടുണ്ട്, 4 കൊടിയും പിടിച്ചിട്ട്, പച്ച മഞ്ഞ നീല ചുമപ്പ. കാരണം അത് ഈ പച്ചയിൽ കയറുന്ന ആൾ ഇവിടെ വന്നാലാണ് ഇയാൾ കൊടി വെക്കും, അപ്പോൾ അടുത്ത ആളെ കയറ്റുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിയിടിക്കുമല്ലോ. കൂട്ടിയിടിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേര് മുകളിൽ കയറി. മാർട്ടിൻ ചുമപ്പയിലാണ്, ഞാൻ പച്ചയിൽ നീങ്ങി. അവിടെ നിന്ന് വിട്ട് ഒരുമിച്ച് ഞാൻ പും ഒന്ന് വീണു. പച്ച വെക്കി, പുറത്തുള്ള എൻ്റെ കൂട്ടുകാരൻ വന്ന് വീണു. മഞ്ഞ വെക്കി, പുറത്തെ കൂട്ടുകാരൻ വന്ന് വീണു. അവൻ്റെ നീല വെക്കി, ചുമപ്പക്കാരൻ പോകണല്ല. മാട്ടി വന്നില്ല. അന്ന് മാട്ടി വരാതെ അതാണ് അവനില്ല. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ആളെ വിടാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ നോക്കണേ മാർട്ടിൻ അവിടെ പോയി നോക്കിയപ്പോൾ കാണാൻ പറ്റില്ല. നോക്കിയാൽ ഇപ്പം ഈ മൂത്താപ്പ മാട്ടിനെ വിളിക്കുക. മാട്ടി 2 സൈഡിലും പിടിച്ചിട്ട് നമുക്ക് നടന്ന് കിടന്നു. എന്നാ സംഭവിച്ചെന്താ, മാട്ടിന് ഈ ബർമുഡ ഉണ്ടല്ലോ, ഈ ബർമുഡ തിരിച്ചിട്ടേക്കണേ. അപ്പം അതിൻ്റെ കെട്ടണ സാധനം പുറയിലാണ്. അപ്പോൾ ഈ ഇതുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒരയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ സാധനം സ്റ്റക്കാവും. ഈ ഇത് അലാസ്റ്റിക് ആയതുകൊണ്ട് സ്റ്റക്കാവുമ്പോൾ നീങ്ങൂല. അങ്ങനെ പുള്ളി ഇത്തിരി നേരം ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ കുറച്ചവിടെ പോയി കഴിയുമ്പോഴേക്കും പിന്നെ സ്റ്റക്കാവും. അങ്ങനെ പുള്ളി ഇങ്ങനെ കാണിച്ച് പയ്യെ വേണം. അപ്പോൾ അവസാനം പുള്ളിക്ക് ഭ്രാന്തായിട്ട് അയ്യോ 1/2 മണിക്കൂർ പുള്ളി താഴ്ത്തു. എന്താണ് ഇത്? ചേട്ടൻ ഞാൻ എൻ്റെ കുഴപ്പമില്ല ചേട്ടൻ കളസം തിരിച്ചിട്ടിട്ടാന്ന് പറഞ്ഞപ്പോൾ ഇനി കളസത്തെ പറ, നിങ്ങളെ കുഴപ്പമില്ല അല്ലേ ഇത്? പുള്ളി എന്തെങ്കിലും സമ്മതിക്കാനുള്ള. അലയിൽ ഇതുപോലെ ഒരു പാർക്കിൽ പോയി. അപ്പോൾ അത് ഇത്തിരി പഴയ പാർക്കാണ്, നല്ല മെയിൻ്റെനൻസും ചെയ്യാത്തൊരു പാർക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ
ഇതുപോലെ ഈ ഇരുമ്പിൻ്റെ കൂടിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ തടി പോലത്തെ റൂള് ഇങ്ങനെ ലോക്കാക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കയറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൈറ്റിട്ട് മാറിയിരിക്കണം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കയറി ഞാൻ കയറല്ലാന്നോ. അപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്ന ഒരു പെണ്ണുണ്ട്. അപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു സാച്ചേട്ടൻ്റെ പേടിയാണോ വാ സാച്ചേട്ടാന്ന് പറയുന്നു. അപ്പോൾ അവൾ കയറി എന്നിട്ട് എന്നെ വിളിക്കുകയാണ് സാച്ചേട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പുരുഷത്വം അങ്ങനെ സടപടഞ്ഞ് എഴുന്നേറ്റ് നമ്മളങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഒരു പെൺകുട്ടി കയറാൻ ഞാൻ വരാം ഞാൻ കയറി. അപ്പോൾ എനിക്ക് എന്താ നല്ല വയറുള്ള സമയമാണ്. അപ്പോൾ ഈ പെണ്ണ് ഇത് ലോക്ക് ചെയ്ത് ഞാൻ ഈ സാധനം ലോക്ക് ചെയ്തപ്പോൾ ഈ വയറുമ്പോൾ വന്നപ്പോൾ ഈ സാധനം സ്റ്റക്കായി. സാധനം തുടമേണ്ടത് വയറ് വരെ ഇവിടെ ഒന്ന് ലോക്കൗണ്ടിന് ഇവിടെ ഒരു സ്റ്റക്കായി. അപ്പോൾ ഇതിന് പുറത്തെ കൂടെ ഇങ്ങനെ ഇതുണ്ട് ആവരണമുണ്ട്. മുകളിൽ ഒരു ചുമ്മാട് പോലെ ഇത്തിരി സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് ലോക്കായിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹിന്ദിക്കാരല്ലേ അവർ ലോക്ക് ചെയ്തിട്ട് അവർ പോയി. ഈ സാധനം ഓൺ ചെയ്ത് ഈ സാധനം കറങ്ങണം ഇങ്ങനെ കറങ്ങിയിട്ട് തല കുത്തി വരും മുകളിൽ. ഞാനിങ്ങനെ തല കുത്തിയ സമയത്ത് ഇതിമേന്ന് ഊർന്നു പോവുകയാണ്. അയ്യോ ഇതിന് ഊർന്നിട്ട് ഞാൻ തല ചെന്നിട്ട് ഇതിലിടിച്ചിട്ട് ഞാൻ കഴുത്തുമ്മേ നിൽക്കണത് തല കുത്തിയിട്ട് തല കുത്തി കഴുത്തിൽ നിൽക്കണത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് മുഴുവൻ ആൾക്കാരൊക്കെ തല കുത്തി. ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം തീർന്നു. എന്നിട്ട് അവിടെ നിന്ന് ഫും കൊണ്ടൊരു പോക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം കറങ്ങി വരുന്ന കഴുത്ത് എൻ്റെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഈ പെണ്ണ് നോക്കിയപ്പോൾ ആ പെണ്ണ് ഭയങ്കര എൻജോയ് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു തീർന്നു എന്ന് വിചാരിച്ചു ചത്തു എന്ന് വിചാരിച്ചു. അത് ലോക്കാവണം. പുറത്തെ ലോക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. പക്ഷേ അല്ലെങ്കിൽ ചത്തുവേനെ അല്ലല്ല അങ്ങനെ ലോക്കാവണത് അതൊന്നും നോക്കി ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടൊക്കെ വിടുകയുള്ളൂ. അവിടെ അതൊന്നും ശ്രദ്ധിക്കണില്ല. ഞാൻ ഇട്ടാൽ എവിടെ ചെന്ന് തട്ടണം അതിലോ അവിടെ നോക്കാം. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വേറെ അനുഭവങ്ങളുണ്ടോ? നമ്മളൊരു പ്രോഗ്രാം സ്ഥലത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ അന്ന് ഈ ഇത്തിരി ഹിൽ ഏരിയയിലാണ് പ്രോഗ്രാം. അപ്പം നമ്മൾ അന്നൊക്കെ SAK സൗണ്ട് എറണാകുളം അങ്ങനെ 2 സൗണ്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 മണിയായപ്പോൾ വണ്ടി വന്ന് സൗണ്ടിൻ്റെ അവിടെ വന്നു. നമ്മളൊക്കെ കയറ്റിയിട്ട് വന്നേക്കണ വണ്ടി. അന്ന് ഫോണൊന്നുമില്ല മൊബൈലൊന്നുമില്ല. സൗണ്ടൊക്കെ കയറ്റിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്തപ്പോൾ കുറേ ദൂരം പോകണം. മല ഏരിയയിലാണ് പരിപാടി. വണ്ടി എടുത്തപ്പോഴേക്കും വിശ്വകർമ്മയുടെ ഒരു റാലി തുടങ്ങിയൊക്കെ. അത് സ്റ്റേഡിയത്തിൽ നിന്ന് മേനകട അങ്ങോട്ട് GCD അത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് എറണാകുളം മൊത്തമാണ് ബ്ലോക്കായി. അതുകൊണ്ട് ഇവിടുന്ന് 7 മണിക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഷോ എത്ര മണിക്കാണ്? ഷോ 7 മണിക്ക്. 7 മണിക്ക് അവിടെ ടിക്കറ്റ് ഷോ. അതൊരു 5-6 മലയെന്ന ആൾക്കാർ വന്നേക്കണം ഈ പരിപാടി കാണാൻ. 7 മണിക്ക് വിടുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് മാത്രം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശേഖരൻ എന്ന് പറഞ്ഞാൽ മരിച്ചു ഇയാൾ അജ്ജാനം ബാഹുവ. പുള്ളി എപ്പോഴും പറയും നിൻ്റെ പരിപാടിക്ക് എന്നെ ഒന്ന് കൊണ്ടുപോടാം എന്ന് പറയും. ഞാൻ പറയല്ല ചേട്ടാ വണ്ടിയിൽ സ്ഥലമില്ല അതുകൊണ്ടാണ് പറ്റില്ല. ഈ സാനിസയുടെ പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ കഷ്ടകാലത്തിന് അന്ന് സാജനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരാളെ കൂടി കൊണ്ടുവന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫ്രണ്ടിൽ എടുത്തേക്കും. ഫ്രണ്ടിൽ തന്നെ അങ്ങനെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി അവിടെ ചെല്ലുമ്പോഴേക്കും 10:30 മണി കഴിഞ്ഞു. എത്താറായി ഈ വണ്ടിയുടെ ആക്സിഡൻറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് വേറൊരു വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ പകർത്തി ഒരു കണക്കിന് 11 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു പോകണം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ടാട്ടോ അവിടെ സോഡാ കോപ്പിക്കൊക്കെ കുത്തുന്നതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ധൈര്യം പിടിച്ച് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സംഘാടകർ വന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേലിയൊക്കെ പൊളിച്ചിട്ടൊരു വണ്ടി അവിടെ കയറ്റിയിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഓടി വരെ കമ്മറ്റിക്കാർ കുറുവണ്ടിയൊക്കെ ആയിട്ട് ഊട്ടികൾ പറയണത് വണ്ടി തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ ശേഖരൻ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ കുമ്പിട്ടിരുന്നോ ചേട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് കുമ്പിടാനും പറ്റണില്ല. തല പോലും ഇങ്ങനെ കുമ്പിടാൻ പറ്റണില്ല. പുള്ളി ഇങ്ങനെ കുമ്പിട്ട് എന്താടാ പ്രശ്നമാവോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയും ഞാൻ ചോദിച്ചാൽ അടി ഉറപ്പാണ്. ഞാൻ സീറ്റിൻ്റെ അടിയിലൊക്കെ കുനിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് അടിയില്ല. അത് നോക്കിയപ്പോൾ പള്ളിയിൽ അച്ഛൻ തിങ്ങനെ നിൽക്കണം മുമ്പിൽ വണ്ടിയുടെ മുമ്പിൽ. പള്ളിയുടെ അച്ഛനെല്ലാവർക്കും അന്ന് തല്ലുണ്ട്. അപ്പം അച്ഛൻ നിന്നിട്ട് പറഞ്ഞു തൊട്ട് പോരുത് അവരെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിൽക്കണം. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അച്ഛൻ വന്നിട്ട് പറഞ്ഞു പരിപാടി തുടങ്ങാൻ എത്ര സമയം എടുക്കുന്നു? 20 കട്ടം കെട്ടണം. ഡ്രാക്കുളയെ കണ്ടു. അപ്പോൾ പറഞ്ഞ് അരമണിക്കൂർ എടുക്കും. കോപ്പ് 10 മിനിറ്റിനുള്ളിൽ പരിപാടി തുടങ്ങിക്കോട്ടോ. അച്ഛൻ്റെ സ്വഭാവം പറയും. 5 മണിക്ക് വന്നിരിക്കും ആൾക്കാരാണ്. ഇത്ര സമയമായി പരിപാടി തുടങ്ങും. ഒറ്റ വെള്ളക്കട്ടം കെട്ടിയിട്ട് പരിപാടി തുടങ്ങിയാണ്.
ആ വിശന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ കോമഡി കളിച്ചിട്ടേ ആൾക്കാരിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാം. സാധനം ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയി, എല്ലാവരും എഴുന്നേറ്റ് പോയി. എന്നിട്ട് ഇപ്പം ഞാൻ ഈ പരിപാടി കളിക്കുന്ന ഫ്രണ്ടിലൊരു തോടുണ്ട്, ഒരു തോട് കൂടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ചെറിയൊരു തോടിൻ്റെ സൈഡിലാണ് സ്റ്റേജ്. അപ്പം ഞങ്ങൾ പരിപാടി ആൾക്കാരൊക്കെ പോയി, എല്ലാവരും പോയി, ആരുമില്ല. ഒരു ഫാമിലി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പെണ്ണുങ്ങളും ഒരപ്പൂപ്പനും. അപ്പോൾ ഈ അനൗൺസ് ചെയ്യണോ ഇതിനകത്തൊരു പെണ്ണെ ട്യൂൺ ചെയ്തേക്കെ നമ്മൾ കണ്ണുകൊണ്ട് ഭയങ്കര ആംഗ്യമുണ്ട്. അടുത്തതായി പറഞ്ഞ് നമുക്ക് സ്റ്റാർസ് ഇടാന്ന് പറഞ്ഞിട്ട് അടുത്തതായി നടന്മാർ. അപ്പോൾ ഓരോ പരിപാടി തീരുമ്പോഴും ഈ കാരണവർ ബാ ബാ പോ ബാ ബാ പോ എഴുതേക്കണം. അപ്പോൾ ഈ ലൈൻ വലിച്ചേക്കാറ് പെണ്ണ് പറയും അടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഫാമിലി മാത്രം അവിടെ ഇരിക്കുക. ഈ പെണ്ണിൻ്റെ നിർബന്ധത്തിൽ അവിടെ അങ്ങനെ സ്റ്റാർസ് ഇട്ട് കഴിയുമ്പോഴേക്കും ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇവ വന്ന് മമ്മൂട്ടി കളിച്ച് പൊളിഞ്ഞു പോയപ്പോഴേക്കും ആ പെണ്ണ് ആദ്യം ചെയ്യുന്നില്ല ബാ 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 പോവാന്ന്. അങ്ങനെ അവർ എല്ലാവരോടും എഴുന്നേറ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഈ തോട് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഈ കാരണവർക്ക് ദേഷ്യത്തിന് കാരണവരോട് വന്നിട്ട് ഈ തോട്ടിന്ന് കുറേ വെള്ളം കൊണ്ട് പോടാ സ്റ്റേജിലേക്ക്. അപ്പോൾ ഈ വെള്ളം വന്നിട്ട് ഹാലജനൊക്കെ എല്ലാം കൂടി പോയി. അങ്ങനെ അത് മറക്കാൻ പറ്റില്ല. അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. ഷാജു ഇപ്പം എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്? ഇപ്പോൾ 100 പടം ചെയ്തിട്ടുണ്ടല്ലേ? ഈ സിനിമ ലൊക്കേഷനുകളിൽ പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്ക് ആദ്യമായിട്ട് പടത്തിലെ അവസരം തന്നത് നിസാർക്കാണ്. നിസാർക്കാണ് എനിക്ക് ഭയങ്കര ടെക്നീഷ്യനാണല്ലോ പുള്ളി. പിന്നെ ഭയങ്കര ടെക്നീഷ്യനാണ്. അപ്പോൾ ഈ പുള്ളി എല്ലാം കോമഡിയിലൂടെ പറയുന്ന ഒരാളാണ്. കാരണം നമുക്ക് തോന്നും ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു, ഭയങ്കര കോമഡിയുള്ള ഒരാളാണ്. അപ്പോൾ ഒരിക്കൽ പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റിലെ യൂണിറ്റിലെ ഒരു പയ്യനെ വിളിച്ചിട്ട് മോനെ ഇവിടെ വാ. പയ്യൻ വന്നു. അണ്ണൻ ഇവിടെ നിന്നുണ്ട് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ മോനെ ഇവിടെ നിന്ന് നടന്നു ചെല്ലണം. ജഗതി ചേട്ടൻ അവിടെ നിന്ന് വരുമ്പോൾ മോനെ ഇവിടെ നിന്ന് നടന്നു ചെല്ലണം. അയ്യോ സാറ് വേണ്ട സാറേ, എനിക്ക് പറ്റില്ല സാറേ ഞാൻ അഭിനയിക്കില്ല സാർ. മോനെ ഞാൻ പറയണത് കേൾക്ക്. അണ്ണൻ ഇവിടെ നിന്ന് ആക്ഷൻ പറയും. അപ്പോൾ മോനെ ഇവിടെ നിന്ന് ജഗതി ചേട്ടൻ അവിടെ നിന്ന് വരും. അപ്പോൾ മോനെ ഇവിടെ നിന്ന് നടന്നു സാറേ ഞാൻ അഭിനയിക്കില്ല സാറേ, നമുക്ക് ആ ജഗദീഷ് ഉണ്ട് സാറേ, അല്ലെങ്കിൽ സോമനുണ്ട്, അവരൊക്കെ അഭിനയിക്കും സാറേ. പ്ലീസ് സാറേ ഞാൻ അഭിനയിക്കില്ല സാറേ, എനിക്ക് പറ്റില്ല സാറേ. ഞാൻ പറയണത് കേൾക്ക്. അണ്ണൻ ഇവിടുന്ന് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ ജഗതി അണ്ണൻ അവിടെ നിന്ന് വരും. അപ്പോൾ മോനെ ഇവിടെ നിന്ന് നടന്നു ചെല്ലണം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കട്ടർ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പോകണം. കട്ടർ സ്റ്റാൻഡ് എടുത്ത് മാറ്റി വയ്ക്കാൻ പറയാൻ നമ്മൾ പറയില്ലേ, നമ്മൾ പറയില്ലേ ആ കട്ടർ സ്റ്റാൻഡ് എടുത്ത് മാറ്റുമെന്ന് പറയില്ലേ. അത് പറയണതാ പുള്ളി ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു പരസഹായം പാപ്പച്ചൻ എന്ന് പറഞ്ഞ സീരിയൽ പുള്ളി ചെയ്തിരുന്നു. അതിനകത്ത് നിസർഗ അത് KTS പടന്നയിൽ ഞാനും ആണ് ഈപ്പച്ചനും പാപ്പച്ചനും എന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പോൾ ഈ പടന്നയിലാശ ഓടി വന്നൊരു വെള്ളത്തിൽ ചാടുന്ന സീനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഓടി വന്ന് വെള്ളത്തിൽ ചാടാം. അപ്പോൾ അവിടെ ഒരു കായൽ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് വെള്ളത്തിൽ ചാടുന്ന സംഭവമുള്ള. അപ്പോൾ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു, ആദ്യം പടന്നയിലാശം ചാടണം, പിന്നെ ഞാൻ ചാടണം. ഞാൻ അവിടുത്തെ പയ്യന്മാരോട് ചോദിച്ചു ഇവിടെ ഈ തടി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുറ്റിയൊക്കെ ഉണ്ട്. പറഞ്ഞു അവിടെ ഒരു തടി കിടപ്പുണ്ട്, ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വേറെ തടിയുണ്ട്, എൻ്റെ ഇടയ്ക്ക് ചാടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് എത്ര ആഴ്ചയിൽ? അത് ഒരു 2 ആഴ്ചയിലാണ്. ചാടി ചെല്ലുമ്പോൾ ചിലപ്പോൾ തട്ട് കിട്ടും. ഇതൊക്കെ പറഞ്ഞു കാര്യം ഞാനിതാ പോണേ എന്ന് പറഞ്ഞിട്ട് മറ്റേതൊന്ന് ചാടിയൊക്കെ ഉണ്ട്. ആര് പറഞ്ഞതിൽ ചാടി ഒന്ന് പുള്ളി ഞാനിതാ പോണേ എന്ന് കൊണ്ട് ഓടി ഒറ്റ ചാട്ടം. എന്നിട്ട് പിന്നെ എനിക്ക് ചാടാതിരിക്കാൻ പറ്റും, ഞാനും കൂടെ ചാടി. ഈ തടി ഇതൊന്നും പ്രശ്നം ഉണ്ടായില്ല, കൊണ്ടില്ല, പാകത്തിന് കൊണ്ടില്ല. അതിൽ തന്നെ ഒരു സീനിൽ കൊതുമ്പുവെള്ളത്തിൽ പോണ സീനുണ്ട്. കൊതുമ്പുവെള്ളത്തിൽ പടന്നയിലാണ് തുഴയണത്, ഞാനിപ്പുറത്തിരിക്കുന്നത്. 4 സ്കൂൾ പിള്ളേർ കടത്തി കൊണ്ടുപോകുന്നതാണ് സീൻ. അകലെ ക്യാമറ വെച്ചേക്കണം, നല്ല കാറ്റുമുണ്ട്. കൊതുമ്പുവെള്ളം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സാധനം ഇങ്ങനെ ഇടുന്ന് കാണിച്ചിട്ട് അങ്ങനെ അടിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വെട്ടും. അതെ. അപ്പോൾ അത് ശരിക്കും കാണും. അപ്പോൾ പറഞ്ഞാലും അനങ്ങാരിക്കരാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഇരുന്ന് ശീലമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് താഴ്ത്തിറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുമേന്ന് താഴ്ത്തിറങ്ങിയിരിക്കുക. അപ്പോൾ ഒരു ഇത് ബാലൻസ് കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഒരു ധൈര്യം കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ട്. അപ്പോൾ ഞാൻ ഈ പിള്ളേരുടെ അടുത്ത് വെച്ചേ മക്കൾക്കൊക്കെ നീന്തൽ അറിയായിരിക്കില്ലേ. അപ്പോൾ അവർ അറിയില്ലെന്നോ? കണക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഷൂട്ട് ചെയ്ത്. ഈ സിനിമ അഭിനയിക്കാൻ നമ്മൾ പോകുമ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് ആവേശത്തിൽ ഒരിക്കലും ചെയ്യരുത്. അതെ അതെ, അത് ശരിയാണ്. എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ ആദിരാത്രി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കുമരകം പുഴ, ആ പുഴയിൽ ബോട്ടിൽ വരുമ്പോൾ എന്നെ ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്, പുഴയിലേക്ക്. അപ്പോൾ ഷൂട്ടിങ് ഏകദേശം 30 ദിവസത്തെ 40 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ മിക്ക ദിവസവും അസിസ്റ്റൻ്റൊക്കെ ഒന്ന് പറയും എന്നാണ് പുഴയിലേക്ക് ചാടുന്നത്, എന്നാണ് അടുത്ത ദിവസമാണോ നാളെ. ഈ സമയത്താണ് ആ വെള്ളപ്പൊക്കമൊക്കെ വന്നൊരു സമയമായിരുന്നു. ഞാൻ നോക്കിയാൽ വെള്ളം കര കവിഞ്ഞ് നിൽക്കുന്ന സമയം, പേടിയാവുന്ന ഒരു സമയത്ത്. അന്ന്
ഉച്ചയ്ക്ക് ശേഷം പറയാണ് ജിബു സാറ് വന്നിട്ട് പറയാം നമുക്കിന്ന് ആ സീനങ്ങ് എടുത്താലോ എന്ന് വെച്ച് ബോട്ട് നല്ല സ്പീഡിൽ വരണം, മനോജ് ചാടുമ്പോൾ നീങ്ങി ചാടണം, കാരണം ഈ പ്രൊപ്പല്ലർ ഉണ്ട് അതിനടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആഴത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ സിനിമയല്ലേ. ബോട്ട് വരുന്നു അപ്പോൾ സ്പീഡിൽ പറ്റേ. അപ്പോൾ എന്നെ രക്ഷിക്കാനായിട്ടൊരു വഞ്ചി ഇട്ടിട്ടുണ്ട്. ഈ വഞ്ചി ഇവിടെ അടുത്തെങ്ങും അല്ല ഇട്ടേക്കണം, നീക്കിയിട്ടേക്ക്. അതിൽ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുക. ക്രെയിൻ ഷോട്ട് ആയത് കാരണം അടുത്തൊന്നും ആളുകളെ നിർത്തിയിട്ടില്ല, ആരുമില്ല. ബോട്ട് പോകുന്നു, ദൂരേന്ന് പോരുക, സ്പീഡ് സ്പീഡ് സ്പീഡ്, പരമാവധി സ്പീഡ്. ബോട്ട് വരുന്നു. അപ്പോൾ ഞാൻ മുണ്ടെടുത്തേക്കണ്, എൻ്റെ കയ്യിലൊരു കുടയുണ്ട്, ഒരു ബാഗുണ്ട്. ഇത് മൂന്നുമായിട്ട് വേണം ഞാൻ ചാടാൻ. വന്നു, ചാടി, ക്യാമറ റെഡി, ചാടിക്കോ എന്ന് പറഞ്ഞു. എന്നെ ഈ പെണ്ണ് അനശ്വര ഒറ്റ ചവിട്ടി ഞാൻ എടുത്തങ്ങോട്ട് ചാടി. നമ്മൾ മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ കാണുമ്പോഴല്ല ഈ പുഴ, വീണ് കഴിയുമ്പോൾ വേറൊരവസ്ഥയാണ്. എൻ്റെ ഈ മുണ്ടെല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ചു. ഒരു കയ്യിൽ കുട, ബാഗ് ഇങ്ങനെ കിടക്കും. ഞാൻ ഇങ്ങനെ നിന്ന് കാണിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അപ്പോൾ ഇങ്ങനെ ഒഴുകിയൊക്കെ പോവും. നല്ല ഒഴുക്കുണ്ട്, അങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പറഞ്ഞ് പോറ്റെ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. വഞ്ചി ഇങ്ങനെ വരണേ ഉള്ളൂ. ഞാനിങ്ങനെ നിൽക്കുക. ഇങ്ങനെ വന്ന് വഞ്ചി ഇങ്ങനെ പിടിച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി അത് കയറ്റി ഞാനിങ്ങനെ. അപ്പോൾ അന്നേരം എനിക്ക് കുഴപ്പം തോന്നിയില്ല. അതിപ്പോൾ ഒരു ചെറിയ വിറ പോലെ അങ്ങോട്ട് വന്നു. വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുറച്ച് കയറി അപ്പോൾ ഈ ബോട്ട് കൊണ്ടു നോക്കിയപ്പോൾ ഞാൻ ആ ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ കിടന്നു. ഒരു 20 മിനിറ്റ് കിടന്നിട്ട് എനിക്ക് അതിനെ കതപ്പ് മാറുന്നില്ല. അതിൻ്റെ ഡയറക്ടർ കൊണ്ടുപോയി, മനോജ് അത് ചാടിയത് ക്യാമറയുടെ ഇതിന് പുറത്തായിപ്പോയി എന്ന് പറഞ്ഞു. നമുക്കൊന്നുകൂടി എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ദൈവമേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നീന്തിയിട്ടുള്ളതാണ്. ഒരു ഊഹം വെച്ച് ഞാൻ ചാടിയതാണ്. രണ്ടാമതും എനിക്ക് പുതിയ ഡ്രസ്സ് ഇടിച്ചു, അതേപോലത്തെ ഇട്ടു. വീണ്ടും ഒന്ന് ബോട്ട് സ്പീഡ് പറ്റേ, ഓക്കെ റെഡി 1 2 3 ചാടിക്കോ, ഒറ്റ ചാട്ടം. ഇതുപോലെ തന്നെ അന്നേരം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ചാടാൻ. വീണ്ടും ഞാനിങ്ങനെ കിടന്നു, ഇങ്ങനെ കയറി. രണ്ടാമത്തേൽ ടേക്ക് ഓക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ ചാടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതെ. എൻ്റെ മോനെ എന്നാ അടിയൊഴുക്കാന്നറിയാമോ ഇവിടെ, നിങ്ങൾ കാണുമ്പോൾ ഈ മോളിൽ കാണുമ്പോൾ ഇല്ല, അടിയിൽ വലിച്ചങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എനിക്കത് കഴിഞ്ഞപ്പോൾ എന്തിനാ എന്നോട് ചോദിച്ചാൽ എന്തിനാ ഇങ്ങനെ ചാടി, ഗ്രൂപ്പ് ആരെങ്കിലൊക്കെ ഇട്ട് ചാടും, മനോജൊക്കെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്കൊരു വിറയ അങ്ങ് വന്നുപോയി. അപ്പം നമ്മൾ ആവശ്യത്തിലുള്ള ഷൂട്ടിങ് പറയും, അത് ചെയ്യും ഇത് ചെയ്യും, ഓക്കെ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും, ഒന്നും ചെയ്യും. നമ്മുടെ സേഫ് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പാഠം ഞാൻ അന്ന് പഠിച്ചു. ഇതുപോലെ തന്നെ ഗോവ എന്ന് പറഞ്ഞ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കൊരു അവസരമുണ്ടായി. ഗോവയിൽ, പക്ഷെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്, കോഴിക്കോട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു പാറ ഇങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, കാപ്പാട് കടപ്പുറത്ത്. അതിൻ്റെ മുകളിൽ സ്റ്റണ്ട് സീനാണ്. അപ്പോൾ ഞാനൊക്കെ നമ്മളെ ഗ്രൂപ്പിലെ ഓരോരുത്തരെ ഇട്ട് തന്നേക്കാണല്ലോ. എനിക്കൊരു തടിയനെ ഇട്ട് തന്നേക്കണം. അപ്പോൾ ഞാനൊന്ന് തടിയിട്ട് ഇവർ തടിയനെ എനിക്ക് ഇട്ട് തന്നെ. അപ്പോൾ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഒരാളിടിച്ച്, അത് കഴിഞ്ഞിട്ട് അത് ഒഴിഞ്ഞു മാറി ഇപ്പുറത്ത് വരും, അവിടെ ഇടിച്ച് മൂന്നാമത്തെ ഇടിക്ക് ഇയാൾ എന്നെ പിടിച്ചിട്ട് ഇതിങ്ങനെ പൊക്കും, അവിടെ കട്ട് ആണ് ഷോട്ട്. പിന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കും, അവിടെ കട്ട്. അപ്പോൾ ഞാൻ ശരി റിഹേഴ്സലിലൊക്കെ ഒക്കെ കാണിച്ച് പിന്നെ ഡയറക്ടർ ആക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഇങ്ങനെ എടുത്ത് ഇയാളെന്നെ പൊക്കല്ലേ, ഇയാളെ പൊക്കി വെള്ളത്തേക്ക് ഇട്ടു. അതായിരുന്നു ഷോട്ട്. അത് റിഹേഴ്സൽ ആയതുകൊണ്ട് അയാൾ ഇങ്ങനെ കാണിച്ചത്. ഷോട്ടിൽ തന്നെ എടുത്തിട്ടു. എനിക്ക് കടലിൽ നീന്താൻ അറിയാമല്ലോ. ഈ വെള്ളം വന്നിട്ട് കറക്കിയിട്ട് ഞാൻ നീന്തി കടപ്പുറത്തേക്ക് വരുമ്പോൾ കറക്കി എന്നിട്ട് ഞാൻ പിന്നെ മണലൊക്കെ വായൊക്കെ പോയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഡയറക്ടറുണ്ട്, സാജു തട്ട് പറഞ്ഞിട്ടില്ല അഭിനയിച്ചോളാൻ. ഭയങ്കര ഇതാ പേടിച്ചു പോലെ. തത്വനൻ എനിക്കറിയാമുള്ള കടലിൽ നീന്തുമ്പോൾ നമ്മൾ ചാടി കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ കവി ഉദ്ദേശം എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതിൽ ഞാനും നരേനും ആസിഫൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ പൈസ കൊടുക്കാതെ വേണ്ടി പൈസ ആസിഫും ടീമും ഒന്ന് എടുത്തു മാറ്റും. അപ്പോൾ ഈ ഹോട്ടലിനകത്ത് നിന്ന് 3 ഗുണ്ടകൾ വരും. അപ്പോൾ അത് ആ നാട്ടിലുള്ള ആരാൻ്റെയൊക്കെ തടിയുള്ളവരൊക്കെ അറേഞ്ച് ചെയ്തു, മാഫിയ സെസാറ. അപ്പോൾ ഈ ഇടിയാണെങ്കിൽ നമുക്കിങ്ങനെ അടി ഒത എന്ന് പറയുമ്പോൾ തടച്ച് പിടിച്ച് ഇങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതല്ല കൂട്ടടി സ്ട്രഗിളിങ്, അപ്പോൾ ഇത് പിടിച്ച് മറിക്കാം. എൻ്റെ സാജു ഇത് ആക്ഷൻ അങ്ങ് പറഞ്ഞിട്ട് എന്നെ എടുത്ത് മറിച്ച് നിലത്തിട്ട് അടിച്ച് കസേരയുടെ മുകളിലിട്ട് ഇവർക്ക് ആവേശമാണ്, അഭിനയിക്കാനുള്ള ആവേശം. എന്നാൽ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു ഇതേ ഒറിജിനലായിട്ട് 4 മിനിറ്റ്. അപ്പോൾ അടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും. അവസാനം 5 മിനിറ്റോളം ഞാൻ പറഞ്ഞു മതിയേ മതി 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 അയ്യോ എന്ന് ശ്വാസം മുട്ടിപ്പോവും. ഒരു പടത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ മുറിയിൽ താമസിക്കണം. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ രാവിലെ മുതൽ ടെൻഷനാണ്.
വെച്ചാൽ എന്താണ് ഇന്നെൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ എടുക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ സീൻ പക്ഷേ അതെന്താണ്, ഞാൻ സ്പീഡ് ലാഞ്ചിൽ വന്ന് കരയിലേക്ക് ഇടിച്ച് കയറുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ അതിനെന്താ കുഴപ്പമില്ല, എനിക്ക് സ്പീഡ് ലാഞ്ച് ഓടിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കൈൻറ്റിക്ക് കൊണ്ട് ഓടിക്കുന്ന ഓടിച്ചാൽ പോരെ മതി. അല്ല അന്നേരം പരിചയമില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ അത് അവർ കൊണ്ടുവരുമല്ലോ, അപ്പോൾ നമുക്കത് ഓടിച്ച് പരിശീലിക്കാമല്ലോ, കുറച്ച് നേരമൊക്കെ ഓടിക്കാമല്ലോ. കൊണ്ടുവരുമല്ലേ. രാവിലെ അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ട് വന്നേക്കാണ്. അപ്പോൾ ഷൂട്ടിങ് കിടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റണ്ട് സീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഉച്ചയായപ്പോഴേക്കും പുള്ളി ഇങ്ങനെ നോക്കുകയാണ് കടലിലേക്ക്. സ്പീഡ് ലാഞ്ച് വരുന്നില്ല, സ്പീഡ് ലാഞ്ച്. അപ്പം എൻ്റെ അടുത്ത് പറയും സ്പീഡ് ലാഞ്ച് വന്നില്ല. ഞാൻ പറഞ്ഞു വരും, തെറ്റി. അപ്പോൾ ലൈറ്റ് പോകാറായി, 5 മണിയായി. 5 മണിയായിട്ട് സ്പീഡ് ലാഞ്ച് വരുന്നില്ല. പുള്ളി ഇങ്ങനെ അപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റും കൊണ്ട് വരുന്നതാണ് പുള്ളി സീൻ. അപ്പോൾ ഡയറക്ടർ വന്നിട്ട് വാ ഇങ്ങനെ വാ, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങ്. എന്നിട്ട് ആ സൂട്ട് കേസ് കടിച്ചു പിടിച്ച് നീന്തി കയറി വരാൻ. സ്പീഡ് ലാഞ്ചില്ല. അപ്പോൾ പറയാം സ്പീഡ് ലാഞ്ച് പിന്നെ 50 പൈസയുടെ ഫില്ലർ വെച്ച് നിനക്ക് എന്ത് എഴുതി വയ്ക്കാമെന്ന്. ലോജിക്കുന്ന ആലോചിച്ച് ഇത്ര വലിയ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ സൂട്ട് കേസ് കടിച്ചു പിടിച്ചിട്ടേ ഇതൊരു വെയിറ്റ് ആയിരിക്കും. അതെ. പിന്നെ ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ മറ്റേ നായകന്മാരെ നല്ല ഇടിയൊക്കെ കൊള്ളൂല്ലോ. അപ്പോൾ അതിൻ്റെ ചുരുക്കൊക്കെ നമ്മുടെ അടുത്തേക്ക് തീർക്കണം. ഗ്രൂപ്പ് പിടിക്കുന്ന സമയത്ത് നമുക്കിട്ടും കിട്ടും നല്ല ഇടി. ഇതുപോലെ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ സാധനം വെച്ച് ഇരുമ്പിൻ്റെ ഇത് ഉണ്ടാക്കിയേക്കണം, അത് വെച്ച് അടിക്കണ സീനുണ്ട്. ഒരാളെ വില്ലനെ അടിച്ച് വീഴ്ത്തി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ചോറിനുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വന്നേ. അതായത് നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ വില്ലനാ. തലേ ദിവസം രാത്രി 7 മണിക്ക് ഷൂട്ടിങ്ങിന് ഞാൻ അടിച്ചു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചോറുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്തിരിക്കുക, വർത്തമാനം പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് എന്നെ പിടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കൊരു മുഴ നോക്കിയപ്പോഴേ ഞാൻ തലേ ദിവസം അടിച്ചതാ ഈ ചങ്ങാതീനെ. ഈ സാധനം വെച്ച് അടിച്ചിട്ട് വെയിറ്റ് കുറവാണ്, പക്ഷെ അടിച്ചിട്ട് ഈ മനുഷ്യനത് വീർത്തു. എന്നോട് പറയാ ഇന്നലെ എന്നെ അടിച്ചതാണ്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ആകെ വിഷമിച്ചു. ഈ വയറിങ്ങനെ ഭയങ്കര വെളുപ്പായത് കാരണം ചുമന്നിങ്ങനെ കിടക്കുക. ഈ മമ്മിക്കയുടെ പടത്തിൽ പണ്ട് അഭിനയിക്കാനായിട്ട് ഒരു പ്രിൻസിപ്പളായിട്ട് അഭിനയിക്കാനായിട്ട് ഒരാളാണ്. അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചൊകാന്നിരിക്കണം, തക്കാളി പോലെ ഇരിക്കണേ, മേക്കപ്പ് ഇടണ്ട. അപ്പോൾ മമ്മിക്ക് തന്നെ പറഞ്ഞു മേക്കപ്പ് ഒന്നും വേണ്ട അവന്, എൻ്റെ ആവശ്യമില്ല അവന്, അല്ലാതെ തന്നെ നല്ല സുന്ദരം. ഞാൻ പറഞ്ഞു ഇയാളൊക്കെ സിനിമയിൽ വന്ന് രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞല്ല, ഇയാൾക്കിടക്ക് മുമ്പിൽ നമ്മളൊന്നും ഒന്നുമില്ലല്ലോ, ഇത് ഗ്ലാമർ പ്രേം നസീറിൻ്റെ ആയിരിക്കുന്ന സാധനം. എന്നിട്ട് പ്രിൻസിപ്പളായിട്ട് അഭിനയിക്കണേ. അപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞങ്ങളൊരു നിൽക്കട അവിടെ എന്താടാ കാര്യം എന്ന് ചോദിക്കണം. എന്നിട്ട് ആക്ഷൻ രാജീവ് ചെറായൊക്കെ ഉണ്ട്, മരിച്ചുപോയില്ലേ. ഇയാളിങ്ങനെ ഇറങ്ങി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കട അവിടെ എന്താടാ ശബ്ദം കൂടില്ല. ആൾക്കാരെ കൂടി ഒറ്റ ചിരി ഇരിച്ചിട്ട് പുള്ളി അവരെ വിളറിയിട്ട് പിന്നെ ഡയലോഗ് വരില്ല പുള്ളിക്ക്. ഇറങ്ങി വന്നിട്ട് പുള്ളി ഡയലോഗ് വരുന്ന സമയമാകുമ്പോൾ പുള്ളി അതിലോ പറയണോ. ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയ താരമായിരുന്നു സുബിയൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാം സാജു ചെയ്തിട്ടില്ലേ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാനും സുബിയുടെയും ഒറ്റയ്ക്ക് പ്രോഗ്രാം പോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ UK ഒരുപാട് പരിപാടി. ഒരിക്കൽ UK പരിപാടിക്ക് പോയപ്പോഴാണ് സുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ആഷ്പുഷായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അറിയാമോ? എനിക്കറിയാം. നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഡാൻസേഴ്സ് പിള്ളേരുണ്ടാവുമല്ലോ, അവരുടെ അടുത്തൊക്കെ ഭയങ്കര കമ്പനിയായിട്ടൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൾ ഭയങ്കര അടിച്ച് പൊളിച്ച് ഇങ്ങനെ അവരുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ സൈഡാവും, നമ്മൾ ഭാഷ അറിയാത്തതുകൊണ്ട് സൈഡായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരത്തി ബാക്കിലിരുന്ന് ഭയങ്കര ചിരിയും കളിയും ബഹളമൊക്കെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നേരെ ഫ്രണ്ടിൽ വന്നു. അപ്പം ഫ്രണ്ടിൽ പൊന്നമ്മ ബാബു അപ്പുറത്തെ സീറ്റിൽ, പുള്ളിക്കാരത്തി 3 പേരിരിക്കുന്ന സീറ്റിൽ പുള്ളിക്കാരത്തി, ഇപ്പുറത്തൊരു 3 പേരിരിക്കുന്ന സീറ്റിൽ ഞാൻ. വലിയ ബസ്സാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു സാധിച്ചിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു. പറഞ്ഞു നീ അവിടെ കിടന്ന് ഉറങ്ങിക്കുവാനിപ്പോൾ എന്താണ്? അല്ല സാധിച്ചിട്ടാ അവിടെയൊക്കെ ഒറ്റ സീറ്റല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞു. വേണ്ട അവിടെ സാധിച്ചാൽ അവിടെ ഇരുന്നു എൻ്റെ മടിയിൽ തല വെച്ചിടുന്ന് ഉറങ്ങിയോളൂ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. കാരണം നമ്മളോടുള്ളൊരു വിശ്വാസമാണല്ലോ. തീർച്ചയായിട്ടും മനസ്സിലായോ? അപ്പോൾ അവളുടെ മനസ്സിൽ നമ്മളെ കണ്ടിരിക്കുന്നത് അതുപോലെയാണ് എന്നുള്ളൊരു, മറ്റുള്ളവരെ കാണുന്നത് അവരായിട്ട് ആശുപോഷം അങ്ങനെയുള്ള സംഭവം, പക്ഷെ നമ്മളെ കാണുന്നത് ഒരു സഹോദരനായിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു. ശരി മരിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഏറ്റവും ആദ്യം എനിക്ക് തോന്നണ അറിഞ്ഞത് ഞാനാണ്.
എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനപ്പം ഷാജു രാജഗിരിയുടെ അടുത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. അതെ. അപ്പോൾ അവനപ്പം തന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡബ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു, സീരിയൽ ഡബ് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ. പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ കയറി. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സൗത്ത് ആഫ്രിക്കയിൽ ഞാനും സുബിയും പിന്നെ വിവേകാനന്ദനും ഞങ്ങൾ 3 പേരുള്ളൂ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ താത്തയും കാക്കയും കളിക്കുന്നതിന് പകരം ഇവളും ഞാനും കൂടി കളിക്കണത്. അവള് ഈ ഡയലോഗൊക്കെ സ്ത്രീകൾ പറഞ്ഞ രീതിയിലാക്കിയിട്ട് താത്തയും അമ്മായി എന്ന് പറഞ്ഞിട്ട് കളിച്ച് അങ്ങനെ കളിച്ച് ഞങ്ങൾ കാട്ടിൽ പോയി ഇങ്ങനെ ഈ ട്രക്കിങ്ങിന് പോയായിരുന്നു കാട്ടിൽ. അപ്പോൾ അങ്ങനെ കാട്ടിൽ പോയ സമയത്ത് എനിക്കന്ന് കാല് ഇങ്ങനെ ഒടിഞ്ഞിട്ട് സ്റ്റീലിട്ടേക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ബാക്കിലിരിക്കണം, അപ്പോൾ ഫ്രണ്ടിൽ സ്പോൺസർ ഇരിക്കണം, ഒരാൾ ഓടിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ. അപ്പോൾ സുബി ഓർച്ചേരം പറഞ്ഞു സാജൻ്റെ കാല് വേദനെടുക്കില്ല എങ്ങനെ ഇരുന്നാന്ന് ചോദിച്ചു. പറഞ്ഞായിരിക്കും കാല് വേദനെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്നാൽ സാജൻ്റെ ഫ്രണ്ടിലിരുന്നോ, എന്നിട്ട് അവിടെ നിന്ന് അയാളുടെ അടുത്ത് പുറയിലിറങ്ങി. പുള്ളിയാരത്തി തന്നെ പറഞ്ഞു ചേട്ടാ വണ്ടി നിർത്തി സാജൻ്റെ ബാക്കിലിരുത്ത് മല ഫ്രണ്ടിലിരുത്തുന്നുണ്ട്. എന്നാൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ഫ്രണ്ടിൽ കയറി, പുള്ളി ഇറങ്ങി ബാക്കിൽ കയറി, ഡോറടച്ച് പിന്നെയും പോവാം. പെട്ടെന്ന് അവർക്ക് ഫോൺ വരെയാണ്. അവർ സാറ്റലൈറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വണ്ടി നിർത്തണതും ഇറങ്ങണതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൺട്രോൾ റൂമിൽ. അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്താ വണ്ടി നിർത്തി പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ ആ കാല് പാടില്ലാത്തതുകൊണ്ട് ഇരിക്കുകയാണ്. പറഞ്ഞു നിങ്ങളാ ഇറങ്ങിയ ആ ഒരു ഇത്ര സെക്കൻഡുകൾക്ക് മതി ഒരു ചീറ്റയ്ക്ക് ഇത്ര കിലോമീറ്റർ അകലെ ഓടി വരാൻ ഇത്രയും സമയം മതി അതിനെ ഓടി വന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ജീപ്പിനകത്താണ് പോണത്, ചുറ്റും മൃഗങ്ങളാണ്. ഇറങ്ങാൻ പാടില്ല പാടില്ല ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഞാനൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്.